നമസ്കാരം ഷാജി ചേട്ടാ. നമസ്കാരം. നമസ്കാരം. 2 ദിവസമായി ചേട്ടനെ വിളിച്ചിട്ട്. ഷാജി ചേട്ടാ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ കാര്യത്തിന് തന്നെ 2 പേരുടെ എതിർ ശബ്ദങ്ങൾ ഉണ്ടായി. തുടർന്ന് പലരും ആ വിഷയത്തിൽ ചർച്ചയിൽ സംസാരിച്ചു. അതായത് മലപ്പുറത്തുകാരെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു എന്നുള്ള ഒരു വിഷയം. മലപ്പുറത്ത് ഇനി എന്ത് ചെയ്യും, അങ്ങനെ പറയാൻ പാടുണ്ടോ, PR ഏജൻസിയിലെ ചട്ടുകമാകാൻ മുഖ്യമന്ത്രി നിന്നുകൊടുത്തോ? ഇതായിരുന്നു ഒന്നാമത്തെ വിഷയം. ഒന്നും രണ്ടും വിഷയങ്ങൾ അതായിരുന്നു. ചേട്ടാ, ഒരു എതിർ ശബ്ദം ഉണ്ടായിരിക്കുന്നു. അത് കണ്ണൂര് MP ജയരാജനും എറണാകുളത്ത് നിന്ന് ചന്ദ്രൻപിള്ളയും. ഇതൊക്കെ ഈ സമ്മേളന കാലത്ത് ഒരു നല്ല ലക്ഷണമായി താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഞാൻ ഒരു ഇടതുപക്ഷ മാനസികാവസ്ഥയിലും നിന്നുള്ള ഒരവസ്ഥയിൽ ഞാൻ പറയാണ്. നേരത്തെ ഞാൻ CPIM-ന്റെ ഒരു പ്രവർത്തനം കൂടിയായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാണ്. അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും ശുഭോദർക്കമായ സംഭവമാണ്. വളരെ വളരെ ഗംഭീരങ്ങളാണത്. പക്ഷെ ഇതിന്റെ വിഷയം കിടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ, ഇത് ഇപ്പോൾ ഇവർ പറയാൻ നിർബന്ധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഏതാണ്ട് 15 വർഷക്കാലം ഇയാൾ പാർട്ടി സെക്രട്ടറിയായി ഇരുന്ന കാലയളവിന് ശേഷവും അതിനുശേഷം വന്നിരിക്കുന്ന രണ്ടാമത്തെ ടേമിന്റെ അവസാനിക്കാൻ പോകുന്ന അന്ത്യപാതിയിൽ എത്താൻ പോകുന്ന ഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഭരണ കാലയളവിലും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത്, ഞാൻ സ്ഥിരമായി ഈ പറയുന്ന ചർച്ചകൾക്കകത്ത് മറ്റ് മീഡിയാസിൽ ഞാൻ പറയുന്ന സാധനം എന്താ പറഞ്ഞാല്, പാർട്ടി സംഘടനാ സംവിധാനത്തെ സമ്പൂർണമായി തകർക്കുക എന്ന ബോധപൂർവമായ ഒരു പ്രവൃത്തിയായിരുന്നു ഇയാൾ ചെയ്തു വന്നിരുന്നത്. അതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഉദാഹരണമല്ല, ഒരു തെറിച്ചു പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല്, സ്വന്തം പാർട്ടിയെ പറ്റിച്ച്, സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച്, ആ പാർട്ടിക്കകത്തെ ഏറ്റവും അപ്രതിരോധനായ നേതാവായി ചമഞ്ഞു നടക്കുന്ന ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. ഞാൻ അടിവരയിടുകയാണെ അത്. സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച്, ആ പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയങ്ങൾക്കും നിലപാടുകൾക്കും എല്ലാം എതിരായി, അതിന്റെ ധാർമ്മികതയ്ക്കും മുഴുവൻ എതിരായി പറ്റിച്ച് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ആ പാർട്ടിയുടെ അപ്രതിരോധനായ നേതാവാണ് എന്ന് അതിൻ്റെ അകത്ത് അണികളെയും കമ്മിറ്റികളിലുള്ള ആളുകളെയും കൊണ്ട് വിളിപ്പിച്ച് അർമാദിച്ച് നടക്കുന്ന ഒരാളാണ് ഇയാൾ ഇപ്പോൾ ശരിക്കും. ഈ അർമാദിപ്പിന്റെ ഒരു ജോൾട്ട് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, മലപ്പുറത്തെ വിഷയത്തിന്റെ മുകളിൽ അൻവർ തൊട്ടപ്പോഴാണ്. അൻവർ തൊട്ടോടുകൂടി ഇവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 വിഷയമാണൊന്ന്. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിലെ സവിശേഷമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ CPIM-ൽ നിന്ന് അവരുടെ ഭീതി വർദ്ധിക്കുകയും അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്ന ഭൂലോക വിഡ്ഢിത്തവും ഭൂലോക ബഡായും പറഞ്ഞൊരു സംഭവം, അത് മുഴുവൻ വ്യാജങ്ങളായിരുന്നുവെന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട് നാട്ടുകാർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് അൻവർ കലാപക്കൊടി ഉയർത്തിയിട്ട് അൻവർ പാർട്ടി ഇല്ല, പക്ഷേ എങ്കിൽ പോലും ഈ ഗവൺമെന്റിനെയും ഈ ഗവൺമെന്റ് നേതൃത്വത്തെയും അതിന്റെ മുഖ്യമന്ത്രിയെയും അയാൾ പരസ്യമായി പരിഹസിച്ച് അയാൾ ഇതിനകത്ത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സ്വയം രാജിവെച്ച് പുറത്തു പോകുന്ന ചിത്രം ഉണ്ടായിരുന്നു. ഈ ചിത്രം വന്നോടെ എന്തായി എന്ന് പറഞ്ഞാല്, മതന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ സിംഗിൾ വോട്ട് ഇനി അവർക്ക് കിട്ടില്ല എന്നൊരു ഭാഗത്ത് ഉറപ്പു വന്നിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, അൻവർ ഇത് പരസ്യമായി പറയുകയും അൻവർ കലാപക്കൊടി ഉയർത്തി പുറത്തുകയും ചെയ്തപ്പോൾ അൻവർ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുമെന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് അൻവർ മാറി. ഈ മാറ്റം വരുമ്പോൾ ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള മൈനോറിറ്റിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ ആർക്ക് പിന്തുണ പ്രഖ്യാപിക്കും? സ്വാഭാവികമായിട്ടും അൻവറിന്റെ കൂടിയാണ് നിൽക്കുക. ഇങ്ങനെ വരുമ്പോൾ നിലവിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന മതന്യൂനപക്ഷത്തിന്റെ വോട്ടുണ്ട്, മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ടുണ്ട്. ആ വോട്ട് പോലും അവർക്ക് കിട്ടി. ഇപ്പൊ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരുപടി കുടുംബങ്ങളുടെ ഒരുപടി വ്യക്തിബന്ധങ്ങളുണ്ടായിരിക്കുക. ഒരൊറ്റയാൾ ഇനി മേലാലും മേൽപോട്ടും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാർട്ടിക്ക് വേണ്ടി ഒരു വോട്ട് പോലും ചിലവരുടെ കുടുംബങ്ങൾ ഒന്നടങ്കം ഈ പാർട്ടിയെ ബഹിഷ്കരിക്കുന്ന കാര്യം തർക്കം വേണ്ട. ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ ഇയാളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ത് എന്നുള്ളതാണ് വിഷയം. ഈ കമ്മിറ്റിക്കകത്ത് കണ്ണൂരിൽ നിന്നുള്ള 2 ആളുകൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വലിയ പ്രധാനപ്പെട്ട വിഷയം, അത് പറഞ്ഞു വിമർശിച്ചു എന്ന് മാത്രമല്ല, ഇത് പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം മുസ്ലിം വോട്ട് ചോരുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഈ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിയുടെ ലീഡർഷിപ്പും ഇവിടത്തേക്ക് അടുക്കുന്നു. അത് കൃത്യമായി അതൊരു BJP അനുകൂലമായ നിലപാടിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ ധാരയിലേക്ക്, ഒരു ഹിന്ദു ഒരു ഓറിയന്റൽ സംഭവത്തിലേക്ക് ഇത് കടന്നു പോകുന്നു എന്ന മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ ഇതിനകത്ത് ഇവർ ഉയർത്തുന്ന വിഷയം. അത് കേവലമായ ഒരു മുസ്ലിം വോട്ടിന്റെ മതന്യൂനപക്ഷത്തിന്റെ വോട്ടിന്റെ വിഷയം മാത്രമല്ല. അത് ഇതിന്റെ ഒരു വളരെ വളരെ ക്രൂരമായ മറ്റൊരു മുഖം എന്താണെന്ന് അറിയാം. ഇന്ന് ഇപ്പൊ ഏതാണ്ട് ഒരു ഉച്ച 2:30-3 മണിയോട് കൂടി വന്നതാണ്. അൻവർ DMK-യുമായി ചേർന്ന് ഒരു മുന്നണിയായി പ്രവർത്തിക്കുമെന്ന് പറയാവുന്ന ഒരു സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയായിരുന്നു.
പിന്നെ നമ്മുടെ പിന്നെ മീഡിയ സെൽ എന്ത് ചോദിച്ചാൽ അത് വെറുതെ വസ്തുതകൾ പിന്നെ പൂർണ്ണമായി അറിയുന്നതിന് മുമ്പ് തന്നെ ഗംഭീരമായി കൊടുത്ത് പിന്നെ ഉണ്ടാക്കിയൊരു സംഭവം. അതിനകത്തുനിന്ന് DMK പുറകോട്ട് പോയി, തമിഴ്നാട്ടിലെ DMK പുറകോട്ട് പോയി എന്ന് പറയുന്നൊരു വാർത്ത വന്നു. ഈ വാർത്ത വരുമ്പോഴാണ് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ആരാണിത് ടോർപിഡോ ചെയ്തത്, എന്തിനാണിത് ടോർപിഡോ ചെയ്തത്, ആരാണ് ടോർപിഡോ ചെയ്തത്, എന്തിനാണിത് ടോർപിഡോ ചെയ്തത്. ഈ ടോർപിഡോ എന്തിനാണെന്ന് പറയാൻ അൻവറിനെ ഏത് പക്ഷത്തേക്ക് തള്ളിവിടണം? അൻവറിനെ അതിശക്തനായ മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള ഒരാളാണ് എന്ന് ബ്രാൻഡ് ചെയ്യണം. ഈ ബ്രാൻഡിങ്ങിലൂടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ബ്രാൻഡിങ്ങിലൂടെ സംഭവിക്കുന്നത് പിന്നെ BJP എക്കാലത്തും ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിനെ സാധൂകരിക്കുന്ന ഒരു 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 ദുർവൃത്തി ഇയാളെന്ത് ചെയ്യാണെന്ന് പറഞ്ഞാൽ അൻവറിനെ ഈ മുന്നണിയിലേക്ക്, അതായത് DMK-യുമായി ഉണ്ടാകുന്ന ഒരു പൊരുത്തപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല എന്ന് DMK നേതൃത്വത്തെ ഇയാൾ ഉറപ്പാണ് ഇയാൾ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകുന്നുള്ളത്. അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാകുന്ന 100 തരം. അങ്ങനെ ഇടപെട്ട് അത് മാറ്റുകയും ചെയ്തതോടെ എന്തായെന്നറിയോ? അൻവറിന്റെ മുമ്പിൽ വഴികളില്ലാതായിത്തീരുന്നു എന്നാണ് വാസ്തവത്തിൽ ഇയാൾ ധരിച്ചു വെക്കുന്നത്. അൻവർ അങ്ങനെയല്ല. എന്റെ ഒരു പേഴ്സണൽ റീഡിംഗിൽ ഞാൻ പറയുകയാണ്, അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന മുന്നണിയുടെ പേര് തന്നെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഇൻ കേരള എന്നുള്ള നമുക്ക് സാധനമാണ്. അത് വാസ്തവം എന്താണെന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം ജനാധിപത്യപരമായ സ്വഭാവം. അയാൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി കുറെ കൂടി സെക്യുലർ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മുമ്പേ ഈ സെക്യുലർ ആയിരിക്കുന്ന യാത്രയെ ഞാൻ അനുവദിക്കില്ല എന്നാണ് ഇയാൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇവിടെയും വരുന്ന വിഷയം എന്താണ്? ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റിക്കകത്ത് 2 പേർ മറുരീതിയിൽ പിന്നെ വിമർശനം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ ആ വിമർശനത്തിന്റെ അടിയാധാരമായി കിടക്കുന്ന ഒരു സംഭവം, ഇത് ഒരു BJP നിലപാടിലേക്ക് ഈ സംഘടന, ഈ പാർട്ടിയെ ഇയാൾ നയിക്കുന്നു എന്നാണ്. ഇത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം. ആ ചോദ്യം നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം വരെ ഉണ്ടാക്കുന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞ സംഭവമാണ്. അത് കൃത്യമായും ഇയാൾക്കും ഇയാളുടെ കുടുംബത്തിന് എന്ത് വേണം? ആജീവനാന്തമായ സുരക്ഷിതത്വം. ആജീവനാന്തമായ സുരക്ഷിതത്വം ലഭിക്കണമെങ്കിൽ അത് ആരിൽ നിന്ന് മാത്രമേ സാധ്യമാവുള്ളൂ? അത് BJP-യുടെ ഗവൺമെന്റിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പിലാവൂ എന്നുള്ള യാഥാർത്ഥ്യം ഇയാളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ യാഥാർത്ഥ്യം ഇയാളുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിതിനകത്ത് പറയുന്ന ഒരു വിഷയം, പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന ഈ വിഷയങ്ങൾ ഗംഭീരങ്ങളാണ് എങ്കിൽ പോലും അയാളത് ചെയ്യുമെന്നറിയോ? ചെയ്യാനുള്ള ഒരു സാധ്യതയായി ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഒരു സ്ഥലത്ത് പിന്നെ ഇയാൾ തെറ്റിയാൽ ഈ പാർട്ടിയിൽ നിന്ന് ഇയാൾ ഇയാൾ എന്താ പറയാ മാറി നിൽക്കാൻ ഇയാൾ തീരുമാനിക്കും. മാറി നിൽക്കുന്നു മാത്രമല്ല, അയാൾ സ്വന്തമായ ഒരു പാർട്ടി സംഘടനാ സംവിധാനം അയാൾ ഉണ്ടാക്കും. ഈ ഉണ്ടാക്കുന്നതോടെ വരുന്നൊരു ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ, ആ ചിത്രമാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ കലാപകലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിർമ്മിക്കാൻ പര്യാപ്തമാകുന്ന ഒരു ചിത്രത്തേക്ക് അത് മാറുകയും ചെയ്യും. ഇതാണ് വാസ്തവത്തിൽ ഇയാൾ മനസ്സിൽ കാണുന്നത് എന്നാണ് വളരെ കൃത്യമായി തോന്നുന്നത്. ഇതിപ്പോ ഇതിന്റെ തന്നെ മറ്റൊരു വേർഷൻ നിങ്ങൾ എടുക്കുക. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, അദ്ദേഹത്തിന് അങ്ങനെ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള ആരോഗ്യവും പാർട്ടി ആ സംഘടനയ്ക്ക് ഒരു ജോൾട്ടിങ് എവിടെ വരണേ? ഈ പറയുന്ന 2 ആളുകൾ ഉന്നയിച്ചിരിക്കുന്ന സംഗതിയുടെ മേലെ അത് പടരുന്ന അവസ്ഥ വരികയാണെങ്കിൽ ഇയാളുടെ മോഹം കെട്ടടങ്ങും. പക്ഷേ അത് അവിടെയാണ് വിഷയം. അവിടെയാണ് 2 വിഷയം കൂടിയാണ് ഇതിനകത്ത് പറയാം. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, KT ജലീൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. KT ജലീൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ടു മുൻപായി KT ജലീൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, മലപ്പുറത്തെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫത്വ പുറപ്പെടുവിക്കണം. എന്തിന്? ഈ സമുദായത്തിൽപ്പെട്ടവരാരും തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്ന്. സത്യത്തിൽ ഇത് പറയാൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അവിടെയാണ് അതിന്റെ പോയിന്റ്. ഇത് പറയാൻ ഇയാളെയാണ് ചുമതലപ്പെടുത്തിയത്? സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ആരാണ് KT ജലീൽ കേരള രാഷ്ട്രീയത്തിൽ? ആരാണിവൻ കേരളത്തിൽ? ഈ ഒരു ചോദ്യമാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഉയരേണ്ടത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഈ KT ജലീലും അത്രമാത്രം ഔന്നത്യം ഈ ജലീലിനുണ്ടോ? ജലീൽ അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? വളരെ കൃത്യമായ അർത്ഥമാണ്. അത് കൃത്യമായും CPI ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇന്നലെ വരെ ആവർത്തിച്ചിരിക്കുന്ന സംഭവത്തെ സാധൂകരിക്കലാണ്. ഈ സാധൂകരിക്കുന്നുള്ള ഈ നീചബുദ്ധി ഇത് ആരുടെ തലയിൽ നിന്ന് വന്നിരിക്കുന്ന ബുദ്ധിയാണ്? ഈ ബുദ്ധിയും കൃത്യമായും ആരും വന്ന് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നടത്തിയിരിക്കുന്ന അസംബന്ധമായ ജൽപ്പനമാണ് ഈ സംഭവം. ഈ സംഭവം കൂടി വരുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താണ് ശരിക്കും സംഭവം? വളരെ കൃത്യമായി മലപ്പുറത്തെ ഏത് രീതിയിലേക്ക് മാറ്റണം? ഇയാൾ എന്താണോ നേരത്തെ ഈ ഹിന്ദു വാർത്താ സമ്മേളനത്തിൽ ഹിന്ദുക്കാർ ഇങ്ങോട്ട് വന്നു പറഞ്ഞ് ബടായി വിട്ടിട്ട് നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിന്റെ ഇയാൾ പറഞ്ഞിരിക്കുന്ന അസംബന്ധം എന്താണോ, ആ അസംബന്ധം വീണ്ടും ആവർത്തിക്കാൻ ആര് ശ്രമിക്കുകയാണ്? ഈ KT ജലീൽ എന്ന് പറയുന്ന വിദ്വാൻ കൂടി ശ്രമിക്കുകയാണ്. ഇതുകൂടി വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന അൻവറിന്റെ DMK-യിലേക്ക് ഉണ്ടാക്കുന്ന യാത്രയെ തടയാൻ ശ്രമിക്കുന്നത്. ഇതെന്തിന്റെ ഭാഗവും കൂടിയാണെന്ന് അറിയോ നിങ്ങൾ? 1986-ൽ
കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഥവാ CMP എന്നൊരു പാർട്ടി കേരളത്തിൽ ഫോം ചെയ്തപ്പോൾ ഈ കേരളത്തിനകത്ത് ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനൽ, അത്രയും വൃത്തികെട്ടിരിക്കുന്ന രീതിയിൽ ആക്രമണത്തിന്റെ പരമ്പര അഴിച്ചുവിട്ടത് ഇപ്പോഴത്തെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മഹാഭാവിയാണ്. തല്ലുവാങ്ങാത്ത ഒരൊറ്റയാൾ ഈ കണ്ണൂർ ജില്ലയിലെ, പ്രത്യേകിച്ച് ആ ഭാഗത്തില്ല, അങ്ങോട്ടേക്കില്ല, പക്ഷേ ഈ കണ്ണൂർ ജില്ലയുടെ ഭാഗത്ത് മലബാർ മേഖല ഒരൊറ്റയാൾ പോലും ഉണ്ടായില്ല. 10 നയാ പൈസ കടം ചോദിച്ചാൽ തരില്ല, കുടിക്കാൻ ചായ കിട്ടില്ല, എവിടെ ചെന്നാലും പരിഹാസം. ഇത് മുഴുവൻ ഈ മാതിരി സർവ്വവൃത്തികേടുകൾ നടത്തിയത് ഇതെന്താ സംഭവം? ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഒറ്റപ്പെടുത്തുക സംഭവത്തിന്റെ ഭാഗമായി തന്നെയാണ് അൻവറിനെ എന്ത് ചെയ്തത്? അൻവറിനെ ആ മുന്നണിയിലേക്ക് എടുക്കുന്നതിനെ ഇയാൾ പാരം വെച്ചു. ഇയാൾ തന്നെയാണ് ഇത് ചെയ്യാമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായ കാരണങ്ങളാൽ പറയുന്നതാണ്. ആ സംഭവം ചെയ്യുന്നു. അപ്പൊ ഇവിടെയും വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല്, ഒരു ജനാധിപത്യപരമായ ഒരു അവസ്ഥയിലേക്ക് പോകണമെന്ന് പറയാവുന്ന ഒരു സംവിധാനത്തെ എന്ത് ചെയ്യാണ്? അതിനെ ഒറ്റപ്പെടുത്തി അതിനെ പ്രതിലോഭകരമായ അവസ്ഥയിലേക്ക് ദിശ തിരിച്ചു വിടുക എന്നതാണ്. പ്രതിലോഭകരമായ അവസ്ഥയിലേക്ക് നയിച്ച് ദിശ തിരിച്ചു വിടുക. ഈ ദിശ തിരിച്ചു പറഞ്ഞാൽ എന്തായി? സമൂഹത്തിനകത്ത് പിന്നീട് വരുന്നത് ആഭ്യന്തര സംഘർഷങ്ങളോ അതിന് സമാനമായ ചുറ്റുപാടിനെ നിർമ്മിക്കലുമായി മാറുന്നു. ഇങ്ങനെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയക്കാണ് വാസ്തവത്തിൽ ഇയാൾ ഇപ്പോഴും കൂപ്പുകൂട്ടുന്നത്. ഇതിന്റെ ഒരു അനിവാര്യമായ ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ, ഇയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്ന ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇയാളുടെ കുടുംബം ഒന്നടങ്കം ജയിലിലാണ്, സകുടുംബം ജയിലിലാണ്, ഇയാളുടെ മകൾ ജയിലിലാണ്. സെൻട്രൽ ജയിലിന്റെ അഴി പൊളിച്ചാൽ ഇയാളുടെ മകൾ പുറത്തു വരില്ല, BJP ഇയാളെ സഹായിച്ചില്ല എങ്കിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ മൂന്നാം തവണയും ഭരണം പിടിച്ചു നിർത്താൻ ഇവർ ശ്രമിക്കും. ഇവിടെയാണ് ഞാൻ ADGP അജിത് കുമാറിന്റെ പേരിൽ ഒരു റിപ്പോർട്ടിന്റെ പേരിൽ ഒരു സംഗതി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ ആയെന്നത് ഞാൻ അറിയില്ല, കണ്ടില്ല. ചിലപ്പോ എന്ത് ചെയ്യാം, അയാളുടെ പേരിൽ തീരുമാനം പുറത്ത് വന്നിട്ടില്ല. ചിലപ്പോൾ നടപടി എടുത്തേക്കാം, അദ്ദേഹത്തിന് നടപടി എടുത്തേക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ADGP അജിത് കുമാർ പറഞ്ഞിരിക്കുന്ന സംഭവമുണ്ട്, കോടതിയിൽ പോകാൻ അനുവാദം അവർക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മുഖ്യമന്ത്രിയോട് ഇയാൾ ആവശ്യപ്പെട്ടിരുന്നാൽ കോടതിയിൽ പോകാൻ അനുവാദം അവർക്ക് തരണമെന്ന് ഇയാൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നു ഈ പറയുന്ന ഒരു നടപടിയുടെ ഭാഗമായി അയാൾ കോടതിയിൽ പോകാനുള്ള അനുമതി സർക്കാർ കൊടുക്കുകയാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ കോടതിയെ സമീപിക്കും. തീർച്ചയായും കോടതിയിൽ പോയാൽ അയാൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു വിധി അയാൾ കോടതിയിൽ നിന്ന് അയാൾക്ക് ലഭിച്ചേക്കാനുള്ള സാധ്യതയെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. അതിന് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഫ്രെയിമിംഗ് ആയിരിക്കും വാസ്തവത്തിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ റിപ്പോർട്ടിനെ വേറൊരു വേർഷൻ നിങ്ങൾ ഈ റിപ്പോർട്ട് സത്യത്തിൽ എന്താണ് റിപ്പോർട്ട് കൊണ്ട് പോയി ഇത്രയും ദിവസക്കാലത്തെ ദൈർഘ്യം ഈ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇന്ന് നാളെ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇതിന്റെ മേലെ ഇമ്മീഡിയറ്റ് ആയി ആക്ഷൻ എടുക്കാൻ CM എന്ന് പറഞ്ഞാൽ ഇയാളെ ഇരട്ടങ്ങനും വലിയ തീരുമാനം ഒരിക്കലും മാറ്റാത്തത് ഇയാളെ എത്തിക്കാൻ വൈകിച്ച സാധനം ഒന്നുമല്ല. ADGP അജിത് കുമാറുമായി കോംപ്രമൈസ് ചെയ്യേണ്ടുന്ന മേഖലകൾ ഏതെല്ലാമാണോ ആ മേഖലകളെ മുഴുവൻ തന്നെ കണ്ടെത്തി അവിടെയെല്ലാം തന്നെ അവർ കൃത്യമായി കോംപ്രമൈസ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന എന്തെങ്കിലും ഒരു നടപടി വരുന്നുണ്ടെങ്കിൽ വരിക. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെയും ഞാൻ നിങ്ങളോട് ഒരു സാധനം ഞാൻ പറയാണ്. അൻവറിനെതിരെ ഇയാൾ എന്താണ് ഏറ്റവും ഷാർപ്പായ രീതിയിൽ ഒരു ഗുരുതരമായ ആരോപണം അൻവറിനെതിരെ മറ്റു രീതിയിൽ ഉന്നയിക്കാത്തത്? ഈ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നില്ലല്ലോ. ഈ പറയുന്ന MP ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഉന്നയിക്കുന്നില്ലല്ലോ. ഒരാൾ ഉന്നയിക്കുന്നത് എന്താ കാര്യം? അൻവറിനെ അവർക്ക് ഭയമാണ്. പക്ഷേ ഈ ഭയമാണ് എന്ന സംഭവത്തെ പൊതുസമൂഹത്തിൽ അംഗീകരിക്കുക. ഇവിടെയും നിങ്ങൾ നോക്കിക്കോ. ADGP അജിത് കുമാറിനെതിരായി ഗൗരവതരമായിരിക്കുന്ന ഒരൊറ്റ വിമർശനവും ഇയാളുടെ നാക്കിൽ നിന്നോ ഇയാളുടെ പക്ഷത്ത് വരാവുന്ന സിൽബന്ധികളിൽ നിന്നോ ഉയരാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. അഥവാ ഉയരുന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായി മാത്രം ഉയർത്തുന്ന വിവാദങ്ങൾ മാത്രമായി ചുരുങ്ങുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ മേഖലയിലും തന്റേതായിരിക്കുന്ന ഒരു സേഫ് സോൺ കണ്ടെത്തി എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു വലിയ നാടകമാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് ഇത് ശരിക്കും കേരളം എന്ന് പറയുന്ന സംഭവം വാസ്തവത്തിൽ എന്താണെന്ന് പറയാൻ എൻ്റെ ഈ ചന്ദ്രിക വാരികയുണ്ടല്ലോ, ആ വാരികയുടെ പത്രാധിപരായിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരിക്കുന്ന സുരേഷ് കുമാർ ഉണ്ട്. സുരേഷ് കുമാർ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേരളം എന്ന് പറയുന്നത് വാസരന്താർജിയായി ഈ സ്വയംഭോച്ചികളുടെ റിപ്പബ്ലിക്കായി മാറുകയാണ് ചെയ്യുന്നതാണ്. സ്വയംഭോച്ചികളുടെ റിപ്പബ്ലിക്കായി ഈ കേരളം മാറുകയാണ് ചെയ്തത്. ഇത്രമാത്രം അസംബന്ധങ്ങളായ സംഭവങ്ങൾ കേരളത്തിൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടോ മനുഷ്യരുടെ പൗരബോധത്തെ, നമ്മുടെ സാമാന്യമായ ബോധത്തെ അത് മുഴുവൻ ഇവരിങ്ങനെ ഇരുന്ന് പരിഹസിക്കുകയും ചെയ്യുക. ഇന്നിപ്പോ പത്രങ്ങളിൽ വന്നിരിക്കുന്ന TV വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഈ വിവരം ഡിസ്കസ് ചെയ്യാൻ പോയിരിക്കുന്ന പ്രധാനി ആരാണ്? അതിൽ ഒരാൾ P. ശശി, നല്ല ഗംഭീരം. രണ്ടാമത്തെ ആൾ ആരാന്ന് അറിയുന്നത്?
പിന്നെ എനിക്ക് മിൽക്ക് വേണമെന്ന് പറഞ്ഞൊരു വിദ്വാൻ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? സ്വപ്ന സുരേഷിനോട് പറയൂ. സി എം രവീന്ദ്രൻ അയാൾ. മറ്റൊരാരാണെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്കകത്ത് പിന്നെ ഭാര്യയെ പിന്നെ അതിനകത്ത് പിന്നെ ഇൻഡക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള പിന്നെ പഴയ പിന്നെ മറ്റേ രാജ്യസഭ എം പി കെ രാജേഷ്. ഇവർ 3 പേരാ പോയത്. കെ രാജേഷ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായിരിക്കുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ എന്താ പറയാ പിന്നെ ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, വളരെ തന്ത്രപ്രധാനവും സുപ്രധാനവുമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ പോകുമ്പോൾ ഈ 3 ആളുകൾ വിളിച്ചു ചേർത്തിട്ട് ഒരു യോഗം നടന്നു എന്ന് എന്താണ് നമ്മൾ ഈ ദൃശ്യവാദികൾ വന്നിരിക്കുന്ന വാർത്തകൾക്കാരാണ് ഞാൻ പറയുന്നത്. മറ്റല്ലാതെ എൻ്റെ അടുത്ത് ആധികാരികമായ വിവരമൊന്നുമില്ല. അങ്ങനെ സംഭവത്തിന്റെ മുകളിൽ ഒരു ചർച്ച നടത്തുന്നു എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വാസ്തവത്തിൽ കേരളത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? കേരളത്തെ ജനങ്ങളാരാണ് വാസ്തവത്തിൽ? ഒന്നിനും കൊള്ളാത്ത കടപ്പണം കെട്ട മനുഷ്യന്മാരാണോ? അപ്പൊ ഇത്ര ബോറായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ കേരളത്തിലെ പിന്നെ എന്താ പറയാ രാഷ്ട്രീയ പിന്നെ സത്യസന്ധത സംഭവം എന്ന് പറയാ അത് അങ്ങേയറ്റം അസംബന്ധമായി മാറ്റുകയാണ്. ഇത്ര അസംബന്ധമായി മാറ്റിയിരിക്കുന്ന സംഭവത്തിന്റെ വളരെ ദാരുണമായ ഒരു ചിത്രമാണ് വാസ്തവത്തിൽ ഇത്. പിന്നെ ഒരു കാര്യത്തിനകത്ത് ഈ നടപടി പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ CPIക്ക് താൽക്കാലികമായി പിന്നെ ആശ്വസിക്കാൻ ഞങ്ങൾ പറഞ്ഞു നടന്നു വന്നു. പക്ഷേ CPI സഖാക്കൾ ഓർമ്മിക്കേണ്ടുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വാസ്തവത്തിന് ആരെ പറ്റിക്കുകയാണ്? ഇത് CPI ലീഡർഷിപ്പിനെ ഇൻസൾട്ട് ചെയ്യാണ് ഈ സംഭവം. ഇത്രയേറെ വൈകേണ്ട യാതൊരു ആവശ്യം ഉണ്ടായത് ഈ പറയുന്ന റിപ്പോർട്ട് പറഞ്ഞോട്ടെ. CPI ലീഡേഴ്സിനെ മാത്രമല്ല ഈ മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്നത്. അത് കേരള ജനതയെ മൊത്തം വിട്ടിയാക്കുമല്ലേ? അതാണ് അതിന്റെ പൊളിറ്റിക്സ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇത്തരം സംഭവത്തിനെ എതിർക്കുകയും ചെറുക്കുകയും ചെയ്യാൻ രാഷ്ട്രീയമായും ചരിത്രപരമായും ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CPI ആണ്. അത് CPI ആണത്. കാരണം അത്രയേറെ ധാർമ്മിക മൂല്യങ്ങൾ ആൾബലത്തേക്കാൾ ഉപരിയായി അത്രയും ഒരു ധാർമ്മിക മൂല്യത്തെയും പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയും ഈ സെക്യുലർ മൂവ്മെന്റിനെയും എന്നും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യവും പൈതൃകവും. അതുകൊണ്ടാണ് ഞാൻ CPI എന്ന് പറയാനുള്ള കാരണം. ഞാൻ CPI പ്രവർത്തകരൊന്നും അല്ല. പക്ഷേ എങ്കിൽ ഞാൻ പറയാണ്, അപ്പൊ അങ്ങനെ വരുന്ന ഒരു പാർട്ടിയെ ഇങ്ങനെ ആ പാർട്ടി പറഞ്ഞിരിക്കുന്ന ആ പാർട്ടിയുടെ പിന്നെ ആളാണല്ലോ പിന്നെ തൃശ്ശൂരിൽ പിന്നെ കുത്തി വളർത്തിയത് ഇയാൾ. ഇങ്ങനെ വരുന്ന ഒരു ചിത്രം, അതായത് ഒരു മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് മുന്നണിയുടെ ആളെ പിറകിൽ നിന്ന് കുത്തി വളർത്തുക. പൂരം കലകിയില്ലെങ്കിൽ പോലും സുരേഷ് ഗോപി അവിടെ ജയിക്കുമെന്ന് പറയാതെ മറ്റൊരു പൊളിറ്റിക്സ് ഉണ്ട് അവിടെ. അത് വേറെ വിഷയം. പക്ഷേ ഇത്തരം ഒരു അവസ്ഥയെ അവിടെ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംഭവിച്ച മറ്റൊരു സംഭവം എന്താണ്? ശരിക്കും എവിടെയുണ്ട് ഇപ്പോൾ നമ്മുടെ പിന്നെ കരുവണ്ണൂർ ബാങ്കിന്റെ സംഭവം എവിടെയുണ്ട്? ആരെങ്കിലും ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടോ? സംഗതി പോയില്ലേ? സംഭവം പോയില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ മേഖല അഴിമതിയായിരുന്നില്ലേ സംഭവം? ഇങ്ങനെ വരാവുന്ന കോംപ്രമൈസുകൾ ഒരു ഭാഗത്ത് നടക്കുക, ഒരു മറുഭാഗത്ത് വരിക, ഇതിന്റെ മുകളിൽ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് പറയുക. അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ അന്വേഷണ റിപ്പോർട്ട് കറക്റ്റാണെന്ന് ചോദിക്കാൻ പിന്നെ ഒരു അന്വേഷിപ്പ്. സത്യത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾ എന്ന് പറയുന്നത് ഈ പത്രക്കാരെന്ന് പറയുന്നത് വാസ്തവത്തിൽ ആരാണ്? എന്ത് വിലയും നിലയുമാണ് വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇയാൾ കേരളത്തിലെ ഈ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് ഇയാൾ കൊടുത്തിട്ടുള്ളത്? എന്ത് നിലയും വിലയാണ് അയാൾ കൊടുത്തിട്ടുള്ളത്? ഇങ്ങനെ മാത്രം ആക്ഷേപിക്കുകയും പിന്നെ പരിഹസിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു കേരളത്തിനകത്തെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത്? ഇങ്ങനെ വരുന്ന വിഷയങ്ങളാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണത്. അല്ല അദ്ദേഹത്തിന് ഇതൊക്കെ അവരെയൊക്കെ പുച്ഛമാണ്. കാര്യം അവർക്കൊരു കൈരളിയുണ്ട്, അവർക്കൊരു ദേശാഭിമാനിയുണ്ട്. അവിടുത്തെ റിപ്പോർട്ടർമാരും അവിടുത്തെ പത്രപ്രവർത്തനമൊക്കെയാണ് അവർ കാണുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെല്ലാം അവർക്ക് പുച്ഛമാണ്. അല്ല, അതാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടന 917 ഒക്ടോബർ 16 ഇപ്പോൾ പറഞ്ഞപ്പോൾ ലെനിൻ ഒപ്പുവെച്ചിരിക്കുന്ന ആദ്യത്തെ ഡിഗ്രി എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ പത്രമേ വേണ്ടുന്നാണ്. അത് അന്ന് മുതലാണ് മാത്രം ഒരു പത്രവും വേണ്ടെന്നാണ്. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ നേതൃത്വത്തിന്റെ സോഷ്യൽ ഫാസിസത്തിന്റെ പിന്നെ യഥാർത്ഥമായിരിക്കുന്ന രൂപമാണ് ആ സംഭവം. അപ്പൊ ഇത്തരം ഒരു അസംബന്ധമാണ് വാസ്തവത്തിൽ ഇവിടെയും വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഉത്തര കൊറിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാധനം പറയാനോ വായിക്കാൻ TV പോലും നിങ്ങൾക്ക് കിട്ടില്ലല്ലോ, ഒന്നും കിട്ടില്ലല്ലോ. ഫോൺ നിങ്ങൾക്ക് രാജ്യത്തിന് പുറത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ വരാവുന്ന ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള സംഭവത്തിനകത്ത് സംഘടനാ ചട്ടക്കൂട് എന്ന് പറയുന്ന സാധനം എന്താ പറഞ്ഞാൽ അത് കൃത്യമായി വരാവുന്ന ഫാസിസമാണ് സംഭവം. അങ്ങനെ വരാവുന്ന ഒരു ഫാസിസത്തിനെതിരെ സംസാരിക്കാൻ ഇവൻ ഈ പറയുന്ന കൈരളിയാവട്ടെ മറ്റു സാധനങ്ങൾ അതിനകത്തുള്ളവൻ പോലും തയ്യാറാവുന്നില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? അവൻ ചത്ത ചത്തവനാണവൻ, ജീവിക്കുന്നവനെ അല്ല. ഈ ചത്തവനെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ എഡിറ്റർ ഇൻ ചീഫ് ഇങ്ങനെ പറയാവുന്ന കുറെ പിന്നെ പത്രികരുണ്ടാക്കി കാശും വാങ്ങിയിട്ട് ചെയ്യാന്ന് പറയും. വാസ്തവത്തിൽ മരിച്ചവനാണ് വാസ്തവനല്ലോ. എന്ത് പൗരബോധമാണ് ഇവർക്കെല്ലാം വാസ്തവത്തിലുള്ളത്?
ചേട്ടാ നമ്മൾ ചർച്ച തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിഞ്ഞു വരാം. അപ്പോൾ ചേട്ടൻ പറയുന്നത് ഈ പറയുന്ന പോലെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഇത്തരം എതിർ ശബ്ദങ്ങളൊന്നും പിണറായിയെ സംബന്ധിച്ചോ ഈ പാർട്ടിയെ സംബന്ധിച്ചോ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണോ ഈ സമ്മേളനം? നിലവിലുള്ള അവസ്ഥയിൽ ഇതൊരു തിരിയാണ് സാധനം. ഇതൊരു തിരിയാണ്. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പം നടന്നു വന്ന പത്രങ്ങളുടെ വന്നിരിക്കുന്ന സംഭവം യഥാർത്ഥത്തിൽ ഒരു തിരിയാണ്. ശരിക്കും അത് തർക്കമില്ല. ഈ തിരി പ്രകാശിക്കുമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാതെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പറയുന്ന അങ്ങേയറ്റം കുബുദ്ധിയും ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിശകലന രീതിക്ക് ഉണ്ടായിരിക്കുന്ന PROമാരെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതിനകം തന്നെ ഇയാൾ ഈ പാർട്ടിക്കകത്ത് വിന്യസിച്ചിട്ടുണ്ടായിരിക്കും. ഈ വിന്യാസത്തിനകത്തുള്ള ആളുകൾ ഇതിനകത്ത് ഇവർ ഓരോ ആളുകളെയും കണ്ട് പറയുന്നതോടെ എന്ന് പറഞ്ഞാൽ അധികാരവും അതിന്റെ ധനാർത്ഥികളും അതിന്റെ ലാഭമോഹങ്ങളും ഇവരെ സ്വാധീനിച്ചു തുടങ്ങുന്നതോടെ ഇത്തരം സംഭവങ്ങൾ അവിടെ അവസാനിക്കും. ഇല്ലെങ്കിൽ അയാൾക്ക് അത് അവസാനിപ്പിക്കാൻ അയാൾക്കാരെ കാശ് കൊടുത്തിട്ടോ മറ്റ് സംഭവത്തിനകത്തുള്ള സംഗതി ദൗർബല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടോ അയാൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇയാൾ ഒന്ന് മാത്രമാണ്, ഇയാൾ എന്താണ് ഐ ആം ദ പാർട്ടി എന്നത് മാത്രമല്ല, ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അയാൾ പിന്നീട് വീണ്ടും മാറുകയാണ് ചെയ്തത്. ഐ ആം ദ സ്റ്റേറ്റ്. ഇത്തരം ഒരു വലിയ ദുരന്തത്തിന്റെ മുന്നിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങളാണ് ഇപ്പൊ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നു എന്ന് പറയുന്ന ഒരു വിമർശം എന്ന സാരം. ആ വിമർശം നടന്നതിന് ശേഷമാണല്ലോ ഇന്ന് നമ്മൾ വിഷ്വൽ മീഡിയ കണ്ട സംഭവമാണല്ലോ കേരളത്തിൽ ഇത്രയും ഗൗരവമേറിയിരിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഈ 3 മഹാവാന്യന്മാരായിരിക്കുന്ന ആളെ വിളിച്ചിട്ട് ഞാൻ ചർച്ച നടത്തിയെന്ന് വിഷ്വൽ മീഡിയയിലൂടെ വാർത്ത വരുന്നത്. സത്യത്തിൽ ഇത് ആരെ പരിഹസിക്കുന്നതാണ്? ഈ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനത്തെ പരിഹസിക്കാനല്ലേ അത്? അല്ലേ? ഈ കമ്മിറ്റിക്കകത്ത് വന്നൊക്കെ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന ആളെ കൂടി പരിഹസിക്കുന്നില്ലേ എന്നയാള്. മലപ്പുറം വിഷയത്തിൻ്റെതാണല്ലോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ഈ പറയുന്ന വിമർശം ഉന്നയിക്കുന്ന 2 ആളുകൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ മുകളിലാണല്ലോ ഈ പറയുന്ന ADGP മറ്റേ ഇതെല്ലാം ഉയർന്നു വരുന്നത്. അൻവർ ഉയർത്തിയിരിക്കുന്ന വിഷയം ഇതെല്ലാം ഉയർന്നു വരുന്നത്. ആ ഉയർന്നു വരുന്ന വിഷയത്തിന്റെ മുകളിൽ ഇയാളുടെ അപ്രോച്ച് ഇതാണ് എങ്കിൽ സ്വാഭാവികമായും 2 തവണ അത് ആലോചിക്കണം മിസ്റ്റർ അയ്യപ്പദാസ്. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി മറ്റൊരു വിഷയവുമായി ഞാൻ താങ്കളെ ബന്ധപ്പെടുന്നതാണ്. സഹകരിച്ചതിൽ നന്ദി, സന്തോഷം. താങ്ക് യു കേട്ടോ. താങ്ക് യു.